ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പിളർന്നു. പാർട്ടിക്കുള്ളിലെ കലാപത്തെ തുടർന്ന് 13 കൗൺസിലർമാർ രാജിവെച്ചു. ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കുന്നതായും കൗൺസിലർമാർ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ടതു മുതൽ ആം ആദ്മി പാർട്ടിക്കുള്ളിൽ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും തർക്കവും രൂക്ഷമായിരുന്നു. ഏറ്റവും ഒടുവിൽ ആം ആദ്മി രൂപം കൊണ്ട ഡൽഹിയിൽ തന്നെ പാർട്ടി പിളർത്തിക്കൊണ്ട് കോർപ്പറേഷനിൽ AAPയുടെ സഭാ നേതാവായ മുകേഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചു. ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കുകയാണെന്നും 15 കൗൺസിലർമാരുൾപ്പെടെ നിരവധി മുതിർന്ന നേതാക്കൾ ഒപ്പമുണ്ടെന്നും മുകേഷ് ഗോയൽ അവകാശപ്പെട്ടു. हमारे 15 पार्षदों ने आम आदमी पार्टी के, हमने 2022 के अंदर आम आदमी पार्टी के टिकट पर नगर निगम का चुनाव लड़ा था। हमने आम आदमी पार्टी के पार्षद पद से इस्तीफा दिया, सदस्यता से इस्तीफा दिया। हमने अपना एक अलग दल बनाया इंद्रप्रस्थ विकास पार्टी के नाम से, और जिसके अंदर जैसा कि आपको बताया गया, हेमचंद गोयल जी ने बताया कि हमारी पार्टी के दरवाजे, हमारे दल के दरवाजे सभी पार्षदों के लिए खुले हुए हैं, चाहे कोई कांग्रेस का पार्षद हो, चाहे भारतीय जनता पार्टी का पार्षद हो, चाहे आम आदमी पार्टी का पार्षद हो। हम चाहते हैं सदन चलना चाहिए. ആഭ്യന്തര കലഹം പരിഹരിക്കുന്നതിനായി ആം ആദ്മി സംഘടനാ തലത്തിൽ അഴിച്ചുപണി നടത്തിയിരുന്നെങ്കിലും ഫലം കണ്ടില്ല. കൂടാതെ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ 2 വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഡൽഹിയിൽ പാർട്ടിക്ക് തിരിച്ചടിയായി. ജനം, ഡൽഹി.